അതിനു മുൻപ് ഞങ്ങൾക്കൊരു കാര്യം ഏട്ടനോട് പറയാനുണ്ട്. എന്താ? സീതേ, സീതേ, ഞാൻ നിന്നെ വിളിക്കുന്നത് നീ കേട്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ കാര്യം? പാർവതിയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നിന്നോട് ഭൂമിക പറഞ്ഞോ? എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞത്? ഫോണിലാണോ അതോ നേരിട്ടോ? ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. അതിനിപ്പോ എന്താ? പാർവതി ആരെ ഇഷ്ടപ്പെട്ടാലും ശരി, അവളെ കൈലാഷിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് നീ പറഞ്ഞോ? പറഞ്ഞു. എനിക്ക് എന്റെ മകന്റെ സന്തോഷമാണ് വലുത്. മറ്റൊരാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കൈലാഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ അവൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടാ ഇതൊക്കെ ചെയ്തത്. നിന്റെ സംസാരം കേൾക്കുമ്പോ ഭൂമിക പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ എന്താ പറഞ്ഞത്? പറയൂ, അവൾ എന്താ പറഞ്ഞതെന്ന്. ഡാഡി, എന്തോ ഒരു ബഹളം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഞങ്ങള് തമ്മില് വെറുതെ ഓരോന്ന് സംസാരിക്കായിരുന്നു. മോൻ പൊക്കോളൂ. കൈലാഷ്, നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്റെ മകനോട് സംസാരിക്കാൻ പോവാണ്. അതിന് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. എന്തു പറ്റി? എന്തിനാ രാവിലെ തന്നെ രണ്ടാളും വഴക്കൂടുന്നത്? അതൊന്നും നീ കാര്യമാക്കണ്ട. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നീ ദേഷ്യപ്പെടാതെ ക്ഷമയോടെ കേൾക്കണം. പറയൂ. നിന്റെയും പാർവതിയുടെയും കല്യാണം നടക്കില്ല. അവളെ മറക്കുന്നതാണ് നല്ലത്. എന്താ ഡാഡി പറയുന്നത്? പെട്ടെന്ന് പാർവതിയെ മറക്കാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാനും പാർവതി ഒരുമിക്കണമെന്നത് ദൈവനിശ്ചയ. മണ്ടത്തരം പറയരുത് കൈലാഷ്. പാർവതി എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ നീ ഇത്ര ആത്മവിശ്വാസത്തോടെ ഇതെല്ലാം പറയുന്നത്? അതാണോ ഡാഡിയുടെ പ്രശ്നം? നമ്മുടെ ക്യാഷും സ്റ്റാറ്റസും എല്ലാം കണ്ട് പാർവതി പേടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഉള്ളിന്റെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ പാർവതി നടക്കുന്നത്. അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിത് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചത്. അവൾ എന്നൊരു കാമുകനായിട്ട് അംഗീകരിച്ചെന്ന് വരില്ല, പക്ഷേ ഭർത്താവായിട്ട് ഉറപ്പായിട്ടും അംഗീകരിക്കും. വേറൊരാളെ സ്നേഹിക്കുന്ന പെൺകുട്ടി നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഗന്ധർവനെ പറ്റിയാണോ ഡാഡി പറയുന്നത്? അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നമുക്കറിയില്ല. അയാൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയം വേണ്ടാന്ന് വെക്കണമെന്നാണോ ഡാഡി പറയുന്നത്? ഞാൻ ഗന്ധർവനെ പറ്റിയല്ല, പ്രിയനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രിയനെ പറ്റിയോ? അതെ കൈലാഷ്, പ്രിയനും പാർവതിയും ഇഷ്ടത്തിലാണ്. പാർവതിയുടെ ഗന്ധർവൻ പ്രിയനാണ്. നിന്റെ കാശ് കണ്ട് പേടിച്ചിട്ടല്ല പാർവതി നിന്നെ വേണ്ടെന്ന് പറഞ്ഞത്. അവള് പ്രിയനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാ. പാർവതിയുടെ അച്ഛനും അമ്മയും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാ ഞാൻ അവളെ മറക്കാൻ നിന്നോട് പറയുന്നത്. പാർവതിയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഡാഡിയോട് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞാലെന്താ, അതാണ് സത്യം. പ്ലീസ് ഡാഡ്, ഐ വാണ്ട് ടു നോ. ആരാ പറഞ്ഞത്? ഭൂമിക, അവരാണിതെല്ലാം പറഞ്ഞത്. ഞാൻ എത്ര സീരിയസ് ആയ കാര്യമാണ് പറയുന്നത്. നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല, ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായത്. ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും എന്നോട് എന്തെങ്കിലും നുണ പറഞ്ഞ് പാർവതിയെ എന്നിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത് നുണയല്ല. അതെനിക്കറിയാം. ആരൊക്കെയാണ് സത്യം പറയുന്നത്, നുണ പറയുന്നത്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്നൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കൈലാഷ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. പ്രിയനും പാർവതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കഥ ആദ്യമായിട്ട് പറയുന്നത് ഡാഡിയാണെന്നാണ് കരുതുന്നത്. ഞാൻ മമ്മിയെ കുറ്റപ്പെടുത്തുന്നില്ല. മുക്ത തെറ്റിദ്ധരിപ്പിച്ചോണ്ട് മമ്മി ഇങ്ങനെ ഒരു കഥ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. അതിന് തെറ്റായ തെളിവുകൾ വരെ അവൾ എന്നെ കാണിച്ചിരുന്നു. അന്ന് പാർവതിയും പ്രിയനെയും സംശയിച്ചെന്റെ കുറ്റബോധം ഇപ്പോഴും എനിക്കുണ്ട്. മമ്മി ആ തെറ്റ് മനസ്സിലാക്കി എന്നെയും പാർവതിയെ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോ മുക്ത മമ്മിയെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഭൂമിക മാഡം ഡാഡിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എന്നെ സഹായിക്കാന്നും പറഞ്ഞ് കൂടെ നിന്ന് അവരിപ്പോ വലിയൊരു തെറ്റ് ചെയ്യുക. തെറ്റ് ചെയ്യുന്നത് നീയാണ്. അല്ല ഡാഡി, എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവുന്നുണ്ട്. ഇതിനു മുമ്പ് ഭൂമിക മാഡം എന്നോട് പരോക്ഷമായി പാർവതിയെ മറക്കാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഡാഡിയോട് ഓരോ നുണക്കഥകൾ പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം മുടക്കാനാണ് അവരുടെ ശ്രമം. അവരിത്രയും ചീപ്പായി പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ എന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്?
സത്യം എന്താണെന്ന് നിനക്കറിയില്ലേ? അതെ, ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. മമ്മി ഒന്നും പറയാൻ പോകുന്നില്ല. എന്റെ ആത്മാർത്ഥത മമ്മിക്ക് നന്നായിട്ട് അറിയാം. പ്രിയനെയും പാർവതിയെ പറ്റി എനിക്കറിയാം. അവര് തമ്മിൽ ഡാഡി വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവുമില്ല. എനിക്ക് പാർവതിയോടുള്ള സ്നേഹത്തെപ്പറ്റി നിങ്ങളെക്കാളും നന്നായി പ്രിയനറിയാം. ആ അവനും പാർവതി തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കണോ? ഇങ്ങനെ ഇമോഷണലായി ഓരോന്ന് പറയരുത്. ഇത് നിന്റെ ജീവിതമാണ്, അത് വെച്ച് കളിക്കരുത്. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. നിങ്ങൾ എന്റെ ലൈഫിൽ ഇടപെടാതിരുന്നാൽ മതി. കൈലാഷ്, ഏയ്